ഞാൻ പാടുമ്പോ അതൊരു മുദ്രാവാക്യം വിളിക്കുന്ന പോലെ തേടി നടന്നൊരു തേനീച്ച. എന്റേത് 8 കണ്ട. ഓ എന്റെ 10. എന്റെ 6. Unnecessarily detailing, nobody asked for. അതാണ്. അത് കറക്റ്റ്. ഞാനൊന്നും പ്രിപ്പയർഡ് അല്ല, നമുക്ക് അങ്ങ് എടുത്തു പോവാം. ഞങ്ങൾ പക്ഷെ പ്രിപ്പയർഡ് ആണ്. ചോദ്യം ചോദിക്കും. What's the name of the channel? ഹാപ്പി ഫ്രെയിംസ്. ഞങ്ങൾ അത്ര ഹാപ്പി അല്ല. ഹാപ്പി ആക്കാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, ചോദ്യം ചോദിക്കും. സ്റ്റാർട്ട്. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. നമ്മൾ അതിരടിയുടെ പ്രൊമോഷൻ എത്തിയിട്ടുള്ള നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ഷാൻ റഹ്മാൻ, ടൊവിനോ തോമസ് ആൻഡ് ബേസിൽ ജോസഫ്. ഹായ്, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. താങ്ക് യു. ഇനി വേറെ സംസാരമില്ല, നീ തുടങ്ങണേ, ഞാൻ തീർക്കാം. കോമഡി ആരംഭിക്കലാംഗ്ലാ. എന്താണ് അതിരടി? ഇതൊരാരും പറയാത്ത രീതിയിൽ ഒന്ന് പറയണം. അപ്പൊ മാറ്റി പറയണോ? ഓൾറെഡി പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു ബേസിൽ ജോസഫ് പ്രൊഡക്ഷൻ? ചീപ്പായിരുന്നു. ഒന്നും തന്നില്ല, ഒരു ചായ പോലും. ആ മുണ്ട് ഷർട്ടൊക്കെ എന്റെയാ. പബ്ലിക്കായിട്ട് എന്റെ കോമഡി എടുത്ത് അടിക്കുന്നു. അല്ല, അതിന് പുച്ഛത്തിന് കുറവൊന്നുമില്ല. ഞങ്ങൾ പുച്ഛിച്ച് തന്നെ പറഞ്ഞത്. അടുത്ത ചോദ്യം പറയണേ. നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ആകെ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടായിരുന്നു. കാമരാജ്. കാമരാജ്. ഏതാ പടം? ഏത് പടത്തെ കുറിച്ച്? ഒരു മിനിറ്റ്. പിന്നെ ഇവരൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും ചെയ്ത അത്ര നന്നാവില്ല. പോസ്റ്റർ കാണുമ്പോ ഓക്കെ, വിനീത് ശ്രീനിവാസൻ പ്രതീക്ഷ, ടൊവിനോ തോമസ് പ്രതീക്ഷ, ബേസിൽ ജോസഫ് പ്രതീക്ഷ, ഷാൻ റഹ്മാൻ അമിതഭാരം. ഓക്കെ, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അപ്പുറത്ത് പോയി ഇത് കരയാൻ. ഞാൻ ടോപ്പിക് ചേഞ്ച് ചെയ്യട്ടെ. വേഗം. ബേസിലാണ് ഇപ്പൊ ഈ മസിലൊക്കെ വെച്ചോണ്ട് ഇപ്പൊ നേരത്തെ ഫോൺ യൂസ് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെയാണല്ലോ ഇരിക്കുന്നത്, സ്റ്റൈലൊക്കെ മാറിയല്ലോ. മസിൽ വെട്ടിക്കേറിയതല്ലേ. ഞങ്ങൾ 3 പേര് ഇരിക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ഗോദ ആൻഡ് മിന്നൽ മുരളി. റിയൂണിയൻ ടൈം. റിയൂണിയൻ നന്നായി വേറെ ആരും ഇല്ല. നമുക്ക് വാവെന്ന് പറയാൻ പുറത്തുനിന്ന് ആളുടെ ആവശ്യം. എന്തായാലും ഇപ്പൊ റിയൂണിയൻ ആണല്ലോ ഒരു പാട്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ശ്രുതിപ്പെട്ടി. സ്വരപ്പെട്ടി വന്നോ ഗൈസ്? സ്വരപ്പെട്ടി അല്ലടാ, ഇവരൊക്കെ എവിടെന്ന് ടോബി പാടി. റിയലി? ഒന്ന് പാടാൻ പറയിക്ക. ചേട്ടൻ എങ്ങനെ മ്യൂസിക് ഒക്കെ ചെയ്യും? വിനീത് ഷാൻ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അത് നേരിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയത്? ചെറിയ പ്രശ്നങ്ങളുണ്ട്. അവര് തമ്മിൽ ചെറിയ ഈഗോ ക്ലാഷസ്. എങ്ങനെയുണ്ട് ആക്ടർ ലൈഫ്? എന്തോ കുത്തിപ്പറയും. ബേസിലേട്ടാ പാട്, ബേസിലേട്ടാ. ഉറച്ചേ മനസ്സിൽ ഉറച്ചൊരു ഘനയടി അനുരാഗം. അപ്പൊ തേനീച്ചയുടെ സൗണ്ട് ഇടും. ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോ ഒക്കെ സെറ്റ് ആയിരുന്നു ഇവര്. സെറ്റ് ഇട്ടിട്ടല്ലായിരുന്നു. എവിടെ ഷാനിക്ക എവിടെ? അതൊരു സസ്പെൻസ് ആണ് ആക്ച്വലി. പോസ്റ്ററിലോ? ടോബി എന്നെ അടിക്കുന്ന പോസ്റ്ററിൽ ആ നിഴലില്ലേ, അതിലൊന്നും ഷാനിക്കുക. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. Are you tired? No. ഈ ജോക്സ് കോളേജിൽ ഒരു മെമ്മറി ഷെയർ ചെയ്യോ? അതിലൊരു മെമ്മറിയാണ് ഈ പടത്തിലുള്ളത്. പടത്തിന്റെ കഥ ആണോ? ഇത് ബയോപിക്കാ. ഷാനിക്ക് ഒരു കഥ തുടങ്ങട്ടെ പ്ലീസ്. തുടങ്ങാൻ എന്നെ കൊണ്ട് പറ്റൂല. വിജനതയിലൂടെ ഒരു ജീപ്പ് പോവുകയായിരുന്നു. ത്രില്ലർ. ആ ജീപ്പ് പോയി കഴിഞ്ഞപ്പോ ഒരു സൈക്കിൾ ഇങ്ങോട്ട് വരും. കോമഡി. ആ സൈക്കിളിൽ ആരും ഉണ്ടായിരുന്നില്ല. വാവ്, അമേസിംഗ്. ബേസിലേട്ടാ, ലാസ്റ്റ് നമ്മൾ കണ്ടത് മരണമാസിന്റെ പ്രൊമോഷൻ ആയിരുന്നു, അതും ടൊവിനോ തോമസ് പ്രൊഡക്ഷനില്. ഇപ്പോ ബേസിൽ ജോസഫ് പ്രൊഡക്ഷനിൽ ഇതാ ടോവിച്ചേട്ടൻ വന്നിരിക്കുന്നു. വാവ്, അമേസിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ബേസിൽ ജോസഫ് പ്രൊഡക്ഷൻ? ചീപ്പായിരുന്നു. വളരെ ചീപ്പ് പ്രൊഡക്ഷൻ ആയിരുന്നു. എന്താ അങ്ങനെ പറയുന്നേ? ഞങ്ങള് ഫ്ലാസ്കിൽ ചായ ഒക്കെ കൊണ്ടുവരുന്നു വീട്ടിൽ നിന്ന്. പൊതിച്ചോറ് ഒന്നും തന്നില്ല, ഒരു ചായ പോലും. ആ മുണ്ട് ഷർട്ടൊക്കെ എന്റെയാ. ആർട്ടിസ്റ്റുകൾ പറയുന്നേട്ടില്ലേ? അസൂയാലിക്കൽ അങ്ങനെ പലതും പറഞ്ഞു വരുത്തും. ഇതുപോലെ മറ്റേ മരണമാസിൽ എനിക്ക് തിന്നാനൊന്നും തന്നില്ല, ജ്യൂസൊന്നും തന്നില്ല, ചായ ഒന്നും തന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ പക വീട്ടുന്നതാണ്. പറഞ്ഞു ഒന്നും കൊടുത്തില്ല, ഭയങ്കര പട്ടിണി ഇത്രയും പറയണ്ടേ? കിട്ടിയ. ഇറ്റ്സ് ഓക്കെ. പടം സംസാരിക്കട്ടെ.
മൈക്കായിട്ട് വരുവേ. മൈക്കുമായിട്ട് ഇറങ്ങും. പടം മൈക്കോട്ട് സംസാരിക്കാൻ വേണ്ടി. അന്നേരം ഞാൻ ഈ കോമഡി പറഞ്ഞപ്പോ നിങ്ങളൊക്കെ എന്നെ പുച്ഛിച്ച് കളിയാക്കി. എന്ത് കോമഡിയാണോ അതെന്ന്. ഇപ്പൊ അതേ വന്നിട്ട് പബ്ലിക്കായിട്ട് എന്റെ കോമഡി എടുത്ത് അടിക്കുന്നു. അല്ല, അതിന് പുച്ഛത്തിന് കുറവൊന്നുമില്ല. ഞങ്ങൾ പുച്ഛിച്ച് തന്നെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ട് ആ ചോദ്യം ചോദിക്കട്ടെ. എന്തായാലും നിങ്ങൾ പറഞ്ഞു പറഞ്ഞു മടുത്തു എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും എന്റെ ഓഡിയൻസിന് എന്താണ് അതിരടി? അതിന് ഫ്രഷ് ഒരു ഉത്തരം കൊടുക്കണം. ഇതുവരെ ആരും കേൾക്കാത്തൊരു ഉത്തരം. അതെ, ഇതുവരെ ആരും പറയാത്ത രീതിയിൽ ഒന്ന് പറയണം. അപ്പൊ മാറ്റി പറയണം, ഓൾറെഡി പറഞ്ഞത്. ആരും പറയാത്ത ഉത്തരം ഞാൻ പറയാം. കൊറേ ഇന്റർവ്യൂ, ഇപ്പൊ എത്ര ഇന്റർവ്യൂ കൊടുത്തു ബേസിലേട്ടാ? 40 ഏറെക്കുറെ അത്രയാ. അപ്പൊ അതിലൊന്നും പറയാത്ത എന്തെങ്കിലും ഒരു ഉത്തരം ഉണ്ടോ? അതിലൊന്നും പറയാത്ത ഉത്തരവൊന്നും ഇല്ല, അതൊക്കെ തന്നെ പറയാനുള്ളൂ. അതിരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമ്പസ് കോമഡി എൻ്റർടൈനർ എന്നുള്ള രീതിയിലുള്ളൊരു സിനിമയാണ് ബേസിക്കലി. അപ്പോൾ ഒരു കോളേജിൻ്റെ അകത്ത് നടക്കുന്ന കഥയാണ്. മൊത്തം ഒരു 70-80% സിനിമ നടക്കുന്നത് കോളേജിൻ്റെ അകത്താണ്. അപ്പോൾ അവിടെ ഫെസ്റ്റ് നടക്കുന്നു, കോളേജ് ഫെസ്റ്റ്. അതിൻ്റെ ഇടയിൽ നടക്കുന്ന കെയോസും പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വന്ന് കയറുന്ന ടൊവിയുടെ ക്യാരക്ടറുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു സാംബോയ് എന്ന് വിളിക്കും. ആ ക്യാരക്ടറും ശ്രീകുട്ടൻ വെള്ളയാനി എന്ന് പറയുന്ന ടൊവിയുടെ ക്യാരക്ടറും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ ഫെസ്റ്റിൻ്റെ ഇടയിൽ. അപ്പോൾ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്രൗഡ്, ബഹളം, അങ്ങനത്തെ ഒരു ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു സെറ്റിങ്ങിലുള്ള ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന ബഹളങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഷാനിക്ക, വിനീതേട്ടൻ ക്യാരക്ടേഴ്സ്, പിന്നെ റിയ ഷിബു, സെറീൻ, വിഷ്ണു അഗസ്ത്യ, അങ്ങനെ ഒരു സെറ്റ് ഓഫ് കുറേ ആക്ടേഴ്സൊക്കെ എല്ലാവരും ഇതിൻ്റെ ഇടയിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരു കംപ്ലീറ്റ് കെയോസ് ഫൺ, പക്ഷേ കോമഡിയാണ് ബേസിക്കലി സിനിമ. അപ്പോൾ ഒരു പ്രോപ്പർ ഫെസ്റ്റിവൽ അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അരുൺ അനിരുദ്ധനാണ് ഇതിൻ്റെ ഡയറക്ടർ. മിന്നൽ മുരളിയുടെ കോ-റൈറ്റർ ആയിരുന്നു. പോൾസൺ ആണ് ഇതിൻ്റെ കോ-റൈറ്റർ. എൻ്റെ കോളേജ് ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റും പിന്നെ അവരുടെ കോളേജ് ലൈഫിലുണ്ടായ ഇൻസിഡൻസൊക്കെ കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അവരൊരു ഐഡിയയിലേക്ക് എത്തി. അവിടെ നിന്ന് പിന്നെ അത് ബിൽഡ് ചെയ്ത് ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു സിനിമയിലേക്ക് അവരത് ബിൽഡ് ചെയ്ത് എത്തിച്ച ഒരു ബേസിക്, അങ്ങനെയാണ് ആ സിനിമയിലേക്ക് നമ്മൾ എത്തുന്നത്. അത് ഭയങ്കര രസമായിട്ട് അരുണും പോൾസണും അത് നല്ല രസമായിട്ട് എഴുതി. അത് അവരുടെ അരുണിൻ്റെ ഹ്യൂമറും ഒക്കെ ഭയങ്കര രസമുള്ള ഹ്യൂമറാണ് ബേസിക്കലി. ഭയങ്കര ഐഡിയാസൊക്കെ ഉള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ അതങ്ങനെ എല്ലാം കൂടെ ഒരു ഭയങ്കര പാക്കേജിങ് ആയിട്ട്, ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് പറയാൻ പറ്റിയെന്ന് വരില്ല, നല്ല പാക്കേജിങ് ആയിട്ട് ഇങ്ങനെ വന്ന് ഈ പറയുന്ന പോലെ സാമുവൽ ഹെൻറി എന്ന് പറയുന്ന പുതിയൊരു സിനിമാറ്റോഗ്രാഫർ, ചമൻ ചാക്കോന്റെ എഡിറ്റ്, വിഷ്ണു വിജയുടെ മ്യൂസിക്, സുഹൈൽ കോയിന്റെ വരികൾ, അങ്ങനെ കോസ്റ്റ്യൂം എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ. ആന്റണി ഉണ്ട്, മ്യൂസിക് വിഷ്ണു വിജയ്. കോ പ്രൊഡ്യൂസർ പറഞ്ഞില്ല. കോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള 2 പേരെ നമ്മൾ ഇവിടെ പരാമർശിച്ചേ പറ്റൂ. അതെ, അവരാണ് ആക്ച്വലി. അതെ, മെയിൻ പ്രൊഡ്യൂസേഴ്സിനെ മറന്നാലും കോ പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ മറക്കാൻ പാടില്ല. കോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് വന്നിട്ട് നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സിൽ ഒന്ന് നമ്മുടെ സ്വന്തം ടൊവി. അപ്പൊ ടൊവി പ്രൊഡ്യൂസ് ചെയ്ത ഭാഗങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കോ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇന്ന ഏരിയ അവൻ പ്രൊഡ്യൂസ് ചെയ്യും, മറ്റേ ഏരിയ അങ്ങനെയല്ലോ. അതായത് ഇയാളിത് എവിടെ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അത് ടൊവിയും സമീർ ത്രൂ ഔട്ട് സിനിമ ഇവൻ കോ പ്രൊഡ്യൂസർ തന്നെയായിരുന്നു. ഒരു സ്ഥലത്ത് പോലും അവൻ പ്രൊഡ്യൂസ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. ടൊവിയും നീ വെറും പ്രൊഡ്യൂസർ, കോ പ്രൊഡ്യൂസർ. അതിനാണ് ഒരു ഗുമ്മുണ്ട്. അതെ, അതായത് ടൊവിയും സമീർക്കും ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ അറിയാതെ പോയി നമ്മൾക്ക് ഷൂട്ടങ്ങ് തീർക്കാൻ പറ്റിയത്. അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സും കോ പ്രൊഡ്യൂസേഴ്സും തമ്മിൽ ജെല്ലായി പോയത്, നിങ്ങൾ തമ്മിൽ അടിയൊക്കെ ഉണ്ടായിരുന്നോ? എന്തിന്? ഞങ്ങള് സഹനശക്തിയുള്ള ആൾക്കാരാണ്, മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണ് ഞാനും സമീറക്കും എന്ന് പറയുന്നത്. അവൻ കടം ചോദിക്കും, ഇവര് കൊടുക്കില്ല. അതൊരു എപ്പോഴും തീരുമാനമായില്ലേ? ചോദിച്ചേട്ടാ, എന്തായാലും സ്വന്തം മുണ്ടും ജുബയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ക്യാരക്ടർ എങ്ങനെയുണ്ട്? രസമുള്ളൊരു ക്യാരക്ടറാണ്. എന്താ വെച്ചാൽ ഞാനത് ക്യാരക്ടറിനെ പറ്റിയിട്ട് അധികം പറയാനുള്ളൂ. ഇതിനകത്തൊരു സ്ട്രഗ്ലിംഗ് സിംഗറൊക്കെയാണ്. അപ്പോൾ ഞാൻ കുറേ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഇതിനകത്ത് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അത് എല്ലാ സിനിമയിലും പറഞ്ഞ പോലെയാണ്. നമ്മളത് ശ്രമിക്കുന്നത് അത് തന്നെയാണ്, വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയാൻ തന്നെയാണ് നമ്മൾ, അങ്ങനെ പറയിപ്പിക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇതിനകത്തെന്ന് വെച്ചാൽ പറയിപ്പിക്കാനാണ്, നമ്മളെ പെർഫോമൻസിലൂടെ പറയിപ്പിക്കുക വ്യത്യസ്തമായിട്ടുള്ള. അപ്പോൾ അല്ലാണ്ട് ഇടിച്ചു പറയിപ്പിക്കണ കാര്യമല്ല അത്. എൻ്റെ കഴിവിൽ എന്നേക്കാൾ വിശ്വസിക്കുന്ന കൂട്ടുകാരാണ് എനിക്ക് കുറേ നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ളത്, നല്ല സിനിമകൾ തന്നിട്ടുള്ളത്. എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിക്കുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് നീ ചെയ്ത് റെഡിയാവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഗണത്തിൽപ്പെടുത്താത്തൊരു ക്യാരക്ടർ ആയിരിക്കും ഇതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഷാനിക്ക,
നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ആകെ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടായിരുന്നു. അത് ഏതായിരുന്നു? ലീല. നിങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട് ഈ ക്യാരക്ടറിനെ അതെ അതെ, ഞങ്ങൾ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. പറ്റി ക്യാരക്ടറിനെ പറ്റി സംസാരിക്കും? അത് മാത്രം സംസാരിക്കാനൊന്നും ഇല്ലടി. അല്ല, അതിൽ ആ ക്യാരക്ടർ നെയിമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ കാമരാജ്. എന്താണ് ഷാനിക്കയുടെ പേര്? നിർത്താതെ ചിരിക്കുന്നിട്ടല്ലേ? എന്താ ബേസിലേട്ടാ ചിരിക്കുന്നത്? നല്ല ക്യാരക്ടർ ആയിരുന്നില്ലേ? ഏതാ പടം? ഏത് പടത്തെ കുറിച്ച്? ഒരു മിനിറ്റ്. പിന്നെ ഈ അതെ, ജോക്സ് അപ്പായിട്ട് അത് കലക്കം പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളത് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഓൺ എ സീരിയസ് നോട്ട് ഞങ്ങളത് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ ആയിരുന്നു. തകർത്ത് ചെയ്തു. പക്ഷെ ഞങ്ങൾ ആരും ചെയ്ത അത്ര നന്നാവില്ല. ടൈലർ മേഡ് വെച്ച് വെട്ടി ഉണ്ടാക്കിയാണ്. അതെ അതെ, സൂപ്പർ ആയിരുന്നു. ഞാൻ ടോപ്പിക് ചേഞ്ച് ചെയ്യട്ടെ? അല്ല, ടോപ്പിക് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ എന്താണ് ആ ക്യാരക്ടറിനെ പറ്റി ഇത്ര കാര്യമായിട്ട് ഇത്രയും കാലം സംസാരിച്ചത്? പടം ഇറങ്ങിയിട്ട് 1.5 വർഷം ഈ പെണ്ണ സംസാരിച്ചത്. അടുത്ത ചോദ്യം പറയണേ. ഇല്ല, ഇക്കയുടെ ക്യാരക്ടർ നെയിം എന്തുകൊണ്ട് പുറത്തു വിട്ടില്ല? ഏതാ വർഷങ്ങൾക്ക് ശേഷത്തില്? അല്ല, ഇതിലെ അതിരടിയിലെ സസ്പെൻസ് ആണോ ഇക്ക? അത് മാത്രം പറഞ്ഞില്ലല്ലോ. നിങ്ങളെല്ലാം കൂടെ പറയും. സൂപ്പർ സ്റ്റാറിൽ ഷോ ചെയ്യുന്നതല്ലേ? നമ്മൾ സൂപ്പർ സ്റ്റാറിൽ ഷോ ചെയ്യുന്നതാണ്. ഇവൾ അവിടുത്തെ ആങ്കർ ആണ്, ഞാൻ അവിടുത്തെ ജഡ്ജാണ്. ഞാൻ പറയും ചെയ്തു, അവിടുത്തെ കുട്ടികൾ പാടുന്നതിനേക്കാളും നന്നായിട്ട് സ്വരങ്ങൾ ടോബി പാടി. റിയലി? ഷാനിക്കല്ലോ എനിക്ക് ഭയങ്കര, നമ്മളെ കാണുന്ന പോലത്തെ ഒരാളല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലൊരു തങ്കം ഇതുപോലെ സത്യസന്ധനായ സുമുഖൻ സൗന്ദര്യ, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും കാണുന്നത് മുഖത്ത്. പിന്നെ പക്ഷെ സൽസ്വഭാവി ഇദ്ദേഹം അത് ചെയ്തു. ധനികൻ. ലാസ്റ്റ് പറഞ്ഞ അങ്ങോട്ട് അറിയുന്നേ സ്വരങ്ങളൊന്ന്. അല്ല അത് അങ്ങനെ സ്വരം വേണം. സപ്തസ്വരങ്ങൾ അതറിയാം. പാടിയടി ഒന്ന് പാടാൻ പറയിക്ക. ഓക്കെ, ഒരു മിനിറ്റ്. ശ്രുതിപ്പെട്ടി എടുത്തു കൊടുക്ക, നമുക്ക് കാണാലോ. മൊബൈലിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല. മൊബൈൽ ആപ്പില്ലേ ശ്രുതിപ്പെട്ടി? ശ്രുതിയിട്ട് നമുക്ക് വേറൊരു പാട്ട് പാടിയാലോ എന്നാ? അല്ലെങ്കിൽ ഷാനിക്ക് നന്നായിട്ട് ശ്രുതി ഇടാൻ അറിയാം. അതെ, ഇട്ട് കൂടെ ഓർണം. ഒന്നുകൂടെ കിട്ടി. ചേട്ടൻ എങ്ങനെ മ്യൂസിക് ഒക്കെ ചെയ്യും? ഞാൻ അവിടുന്ന് ചിരിക്കുന്നുണ്ട്, അത്ഭുതമുണ്ട്. കാരണം എല്ലാം കൃത്യമായിട്ട് അപ്പൊ ഓണേ സീരിയസ് നോട്ട് ഓർണം ഷാനിക്കും കൂടെ. അതെ, ഞാൻ തമാശ പറഞ്ഞല്ല. ഇപ്പം ഞാനിത് വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടാവുന്നത് അറിയാലോ, നോണ പറയണല്ലോ. ഒന്ന്, ഷാനിക്ക് നമുക്ക് ഇങ്ങനത്തെ തമാശകളൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള ബ്യൂട്ടി. ആ നമ്മൾ ഒരു തമാശ പറയുന്ന സമയത്ത് അത് ഹേർട്ടാവുന്ന പോലത്തെ ഒരാളാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ തമാശ പറയാൻ പോലും പറ്റില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വർഷങ്ങൾക്ക് ശേഷത്തിൽ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് തോന്നില്ല. അതിനകത്ത് പ്രത്യേകിച്ച് എനിക്കൊന്ന് ഹ്യൂമറൊക്കെ ഭയങ്കര ഹ്യൂമർ ഉള്ള എക്സ്പ്രഷൻസ് ഇട്ടിട്ടല്ലാതെ ഹ്യൂമർ ചെയ്യില്ല. നമുക്ക് അങ്ങനത്തെ നമുക്ക് ചിരി വരുന്ന പോലത്തെ സാധനങ്ങൾ അത് അതിനകത്ത് കുറേ ഉണ്ടായിരുന്നു. അയാൾ ആക്ച്വലി ഇത്തിരി വില്ലൻ ക്യാരക്ടറാണ്. പക്ഷെ ആ വില്ലൻ ക്യാരക്ടറിനെ നമുക്ക് ആ ഒരു ഹ്യൂമറുകാരനെ കൊണ്ടാണ് നമുക്ക് ആ ഒരു കണക്ട് കിട്ടുന്നത്. ഇത് ഞാൻ എൻ്റെ ശ്രുതി നന്നായെന്നോ എൻ്റെ മറ്റേ സ്വരങ്ങൾ നന്നായെന്നോ പറഞ്ഞ എൻ്റെ പേരിൽ പറഞ്ഞതല്ല. ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും കുറേ പ്രാവശ്യം ഷാനിക്ക എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയാണ്. നമുക്കിത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആക്ച്വലി നമ്മളത് കൂടുതൽ പറയുമ്പോ എനിക്ക് പേടിയാണ്. പക്ഷെ ഞങ്ങൾ എല്ലാരും സർപ്രൈസ് ചെയ്തു ആക്ച്വലി, ടു ബി ഫ്രാങ്ക്. ലൈക്ക് ഷാനിക്ക വരുമ്പോൾ ഷാനിക്ക നമുക്കൊരു മനസ്സിലൊരു പെർഫോമൻസ് ഉണ്ടാവുമല്ലോ. പക്ഷെ അതല്ലാതെ ഭയങ്കരമായിട്ട് നമ്മൾ സീനൊക്കെ കണ്ടിട്ട്, പ്രത്യേകിച്ച് ലൈക്ക് ഷാനിക്ക ചെയ്യണ കാണുമ്പോൾ ഓരോ സീനും ലൈക്ക് ഷാനിക് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തു ആക്ച്വലി. ഭയങ്കരമായിട്ട് വെറുതെ ഇപ്പൊ ഇത് പറയുമ്പോ അത് നമുക്ക് എന്തോ കൂട്ടി പറയണോ. തമാശ മൂഡിലിരുന്ന് പറഞ്ഞിട്ട് ഇനി പറയുമ്പോ സിനിമ കാണുമ്പോ എന്താ വിനീതേട്ടന് വന്ന സമയത്ത് പറഞ്ഞു, ഷാൻ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ടെൻഷൻ ഉണ്ട് പറയാറുണ്ടോ? ആദ്യം ഇത് കേൾക്കുമ്പോ ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പ്രതീക്ഷയുടെ അമിതഭാരം വരുമെന്നുള്ള പേടിയാണ്. എനിക്ക് അങ്ങനെ ഒരു ഭയം ഏതൊരു കലാകാരൻ എന്നുള്ള രീതിയിലും അതുണ്ടാവുമല്ലോ.
ആക്ടർ ലൈഫ് എന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ടപ്പോ നിങ്ങൾ എല്ലാരും അതിനെ കളിയാക്കിയല്ലേ? ഞാൻ കഴിക്കില്ല. ടോയ്ച്ചേട്ടൻ കളിയാക്കി എന്ന് പറഞ്ഞല്ലോ. ടോവിയാണ് ഫസ്റ്റ് കളിയേക്ക്. ഞാൻ കണ്ടായിരുന്നു. എന്നാ ഞാൻ ഓർക്കുന്നില്ല അത്. അന്ന് ഞാൻ മറ്റൊരു മെന്റൽ സ്റ്റേറ്റിലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആക്ടർ ലൈഫ്? പെട്ടെന്ന് കണ്ടപ്പോ അറിയാണ്ട് ഇട്ട് പോയതായിരിക്കും, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഇല്ലടാ ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ ഉണ്ടായിരുന്നു അന്ന്. നേരിട്ട് കളിയാക്കി. അത് സ്വാതന്ത്ര്യം ഇല്ല ചേട്ടാ. 100% പബ്ലിക്ലി ഒന്നും ഒരിക്കലും ഇല്ല. എങ്ങനെ ഉണ്ടായി ആക്ടർ ലൈഫ്? നല്ലായിരുന്നടി. ഒന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ പ്രൊഡക്ഷൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരവനൊക്കെ ഇച്ചിരി മോശമായിരുന്നു. ഒരു സൈഡ് നല്ലതല്ലായിരുന്നു കേട്ടോ. ഒരു സൈഡ് അത് കോ പ്രൊഡക്ഷൻ്റെ ആയിരുന്നു. അതിനകത്ത് ടോയും. നമുക്കിതൊക്കെ പുതിയൊരു പരിപാടി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തു, ആക്ടർ ലൈഫ് എന്നൊക്കെ പറഞ്ഞ്. ഞാൻ എന്നിട്ട് ഈ ലൊക്കേഷനിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നത് ടോവിയാണ്. ടോവി എങ്ങനെയുണ്ട് ആക്ടർ ലൈഫ്? എന്നിട്ട് ഞാൻ എന്തോ കുത്തി ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പം നമ്മുടെ ഡയറക്ടർ അരുൺ എങ്ങനെ ആക്ടർ ലൈഫ്? അപ്പം ഞാൻ ഇത് എന്താ ഇവിടെ, തൊട്ടപ്പുറത്ത് വിനീത്, അവൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അവൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്, എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്നിട്ട് അങ്ങനെ ആ ഷൂട്ട് ഒരു പാതിരാത്രി എനിക്കൊന്ന് പുലർച്ചെ 3 മണിക്ക് എങ്ങാണ്ട് സ്റ്റേജിന്റെ എന്തോ സീക്വൻസ് എടുക്കാൻ നേരത്ത് നമ്മുടെ സ്പോട്ട് ഇട്ടിട്ടുണ്ട്. എന്തായിരുന്നു അവന്റെ പേര്? സെൽഫിഷ്. ശരിക്കുള്ള വേറെ എന്തോ ആണ്. നമ്മൾ വിളിക്കണ അവന് സെൽഫിഷ് എന്നാ. സ്പോട്ട് എഡിറ്ററിന്റെ അസിസ്റ്റന്റ്. അപ്പൊ ഞാൻ അവൻ ഇരിക്കുന്ന ഒരു ടെന്റിനകത്ത്. അപ്പൊ ഈ ടെന്റ് പാസ് ചെയ്തിട്ട് സെൽഫിഷിന് എന്താ വിളിക്കണെന്നുള്ളത് വേറൊരു കഥ. ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഈ ടെന്റ്, അതായത് സെൽഫിഷ് ഇരിക്കുന്ന ഈ ടെന്റ് പാസ് ചെയ്തിട്ട് വേണം ഞാൻ ഈ സ്റ്റേജിലേക്ക് പോകാൻ. അപ്പൊ ഈ 3:30 അപ്പൊ ഞാൻ ഇവന്റെ തോളത്ത് കേട്ടിട്ട് ഇന്നും നേരം വെളുക്കോടാ. അപ്പൊ അവൻ ആക്ടർ ലൈഫ്. അപ്പൊ ഞാൻ സ്പോട്ട് എഡിറ്റർ വരെ. അത് കഴിഞ്ഞിട്ട് ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ 5 ദിവസം ഷാനിക്ക് ഷൂട്ടില്ല. ആക്ടർ ലൈഫ്. ഞാനൊരു ആക്ടർ ലൈഫ് ഇട്ടു, 5 ദിവസം ബ്രേക്ക്. പിന്നെ ഉള്ള 5 ദിവസം വന്നപ്പോഴേക്കും ഫുൾ നൈറ്റ് ഓട്ടം തന്നെ ഓട്ടം. നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഷാനിക്കാണെങ്കിൽ ജീവിതത്തിൽ ഓടിയിട്ടില്ല. ഉള്ളത് പറയാലോ, എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേയ്സ് ആയിരുന്നു. അത്രയും ദിവസങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്. ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഇതൊക്കെ ആവാമായിരുന്നു എന്നൊക്കെ തോന്നിയ ദിവസങ്ങളായിരുന്നു. ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഇവരൊക്കെ നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട്, നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളായതുകൊണ്ട് അങ്ങനെ ടെൻഷൻ. പിന്നെ എല്ലാം വിനീതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീക്വൻസ് ആയിരുന്നു. അപ്പം അവനും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എല്ലാ കാര്യങ്ങളിലും. അപ്പം അങ്ങനെ വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വിനീത് ഷാൻ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അത് നേരിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയത്? ഇന്റേണൽ ചെറിയ പ്രശ്നങ്ങൾ, അവർ തമ്മിൽ ചെറിയ ഈഗോ ക്ലാഷസ് കാര്യങ്ങളൊക്കെ. അതായത് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ വിനീതിന് അത്ര നമുക്ക് പുറത്ത് പറയാൻ അല്ലേ? ഇറ്റ്സ് ദേർ. ഇറ്റ്സ് റിയൽ. പ്രൊഡ്യൂസർ പറയൂ എങ്ങനെയുണ്ടായി ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്? അത് ആ ഒരു ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോ ഒക്കെ സെറ്റ് ആയിരുന്നു ഇവര്? സെറ്റ് ഇട്ടിട്ടല്ലായിരുന്നു. ബാഡ് ജോക്ക്. നിങ്ങൾ പറയണതിന്റെ അത്ര ഒന്നും മോശമല്ല. അതിൽ ഞാൻ വിയോജിക്കുന്നു. വളരെ മോശം. എനിക്ക് പോലും ചിരിക്കുന്നില്ല. സോറി. സെറ്റിൽ ഞങ്ങൾക്കും ഭയങ്കര കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. ഞാനും ഷാനിക്കയും വിനീതായിട്ടുള്ള കോമ്പിനേഷൻ. അത് ഈ പറയുന്ന ഫുൾ നൈറ്റ് ആയിരുന്നു. നമുക്കിതുപോലെ തന്നെ ഭയങ്കര ചിരിയായിരുന്നു. ഇങ്ങനെ വേറെ ഒന്നും പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അയാൾക്ക് ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ പോകുന്നു ചെയ്യുന്നു. അപ്പോൾ ഫുൾ നൈറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ വർത്താനം, ഉറക്കം വരാനും പാടില്ല. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു ആക്ച്വലി. പക്ഷേ ഷാനിക്കയ്ക്ക് ഈ പറയുന്ന പോലെ ഓട്ടം തന്നെയായിരുന്നു ഫുൾ ടൈം. അതിരടി എന്നുള്ള പടത്തിൽ അടിക്കാത്ത ഒരേ ഒരാൾ ഷാനിക്കയാണ്. അടി വരുമ്പോഴൊക്കെ ഓടിക്കളയും. ഒരൊറ്റ അടിയിലില്ല. പക്ഷെ ഓട്ടം ആയതുകൊണ്ട് അപ്പം നമ്മൾ വിചാരിക്കും അപ്പോൾ അടിയും ഫൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ദേഹ അധ്വാനമൊന്നും ഇല്ലാത്ത ക്യാരക്ടർ ആയിരിക്കുമല്ലേ. പക്ഷെ ഫുൾ ടൈം ഓടണം, ഓടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അത് ഷാനിക്ക ഈ പറയുന്ന പോലെ ഫുൾ ടൈം ഇനി എത്ര ദൂരം ഓടാനുണ്ട്, കഴിഞ്ഞ വന്നത്തെ ഓട്ടം. അത് ഇവര് അറിഞ്ഞു കണ്ട് തന്നെ വിനീതിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ്. അത് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്. എന്താ ഷാനിക്കില്ലാത്ത? ടോയ്ചേട്ടൻ, ബേസിലേട്ടൻ, വിനീതേട്ടൻ, എവിടെ ഷാനിക്ക എവിടെ? അതൊരു സസ്പെൻസ് ആണ് ആക്ച്വലി. പോസ്റ്ററിലോ? ആ കാറിൽ ബാക്കിൽ
ഡീറ്റെയിലിംഗ് അത് ഡീറ്റെയിലിംഗ്. അതിനുള്ളിലുണ്ടോ ഷാനിക്ക ഡീറ്റെയിലിംഗ്. ഷാനിക്ക ആ ടോബി എന്നെ അടിക്കുന്ന പോസ്റ്ററിൽ ആ നിഴലില്ലേ അതിലൊന്ന് ഷാനിക്ക ആ നിഴൽ കണ്ടോ? ഷാനിക്കയ്ക്ക് വിഷമമൊന്നുമില്ല അല്ലേ? നമ്മൾ ഇൻഡിവിജ്വൽ പോസ്റ്റർ വിട്ടു, എന്നിട്ടാണ് നിങ്ങൾ ഈ വർത്താനം ആ ക്യാരക്ടർ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അപ്പുറത്ത് പോയി ഇത് കരയാൻ. പ്രതീക്ഷയുടെ അമിതഭാരം സിനിമയെ ബാധിക്കാതിരിക്കാൻ ഷാനിക്കയെ ഞങ്ങൾക്ക് പോസ്റ്ററിൽ നിന്ന് മാറ്റേണ്ടി ഓ വന്നു. അതാണ്. ഓ നൈസ്. ഒരു സേഫ് ഡിസ്റ്റൻസ് അല്ല ഇവൻ പറയണത് വിശ്വസിക്കാൻ പറ്റുമെന്ന് ഉറപ്പില്ല. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പോസ്റ്റർ കാണുമ്പോൾ ഓക്കെ വിനീത് ശ്രീനിവാസൻ പ്രതീക്ഷ, ടൊവിനോ തോമസ് പ്രതീക്ഷ, ബേസിൽ ജോസഫ് പ്രതീക്ഷ, ഷാൻ റഹ്മാൻ അമിതഭാരം. ഓക്കെ അത് പ്രതീക്ഷയുടെ അമിതഭാരം അല്ലാതെ അമിതഭാരമല്ല. നിങ്ങളിത് വെറുതെ ബോഡി ഷേമിംഗ് അല്ല, പ്രതീക്ഷയുടെ അമിതഭാരമാണ് ഉദ്ദേശിച്ചത്. പ്രതീക്ഷ പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷ. അരക്കിലോ കുറച്ച് അമിതഭാരം. ചേട്ടാ അരക്കിലോ കുറച്ചെന്താ അങ്ങനെ കേൾക്കാതെ. ഓ ബേസിലാണ് ഇപ്പൊ ഈ മസിലൊക്കെ വെച്ചോണ്ട് ഇപ്പൊ നേരത്തെ ഫോൺ യൂസ് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെയാണല്ലോ ഇരിക്കുന്നത്, സ്റ്റൈലൊക്കെ മാറിയല്ലോ. മസിൽ വെട്ടിക്കേറിയതുപോലെ ഇങ്ങനെ ഇരുന്നത്. മസിലൊരു ഭാരമായിരുന്നു ബേസിലേട്ടാ. അത് ഈ അമിതമായ സ്റ്റിറോയിഡ് നല്ല വർക്കൗട്ട് ഒക്കെ ആയിരുന്നോ? പിന്നെ പിന്നെ വർക്കൗട്ട് കുറച്ച്, പക്ഷെ അധികം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ കുടൽ മുറിച്ച് മാറ്റി ചെറിയൊരു പീസുള്ളൂ, ഇത്രേ ഉള്ളൂ. വൈ വണ്ണം കുറയ്ക്കാൻ വരെ വഴി വേണ്ടേ? എക്സ്ട്രീം മെഷേഴ്സിലേക്ക് പോയി. അത് വിദേശത്ത് നിന്നാണ് സ്റ്റെറോയിഡുകൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇപ്പൊ ബേസിലേട്ടൻ അല്ലെങ്കിൽ ടോയ്ച്ചേട്ടൻ, ഷാനിക്ക, നിങ്ങൾ മൂന്നുപേര് ഇരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഗോദ ആൻഡ് മിന്നൽ മുരളി. നിങ്ങൾ മൂന്നുപേരും ഒന്നിച്ച് വർക്ക് ചെയ്തത് ഈ 2 സിനിമകളായിരുന്നു അല്ലേ? റിയൂണിയൻ ടൈം. റിയൂണിയൻ നന്നായി വേറെ ആരും ഇല്ല, നമുക്ക് നമ്മുടെ റിയൂണിയൻ എക്സ്ക്ലൂസീവ് ആയി. ഷാനിക്ക ഇപ്പൊ അതിലെ ആ 2 സിനിമയിലെ പാട്ടുകൾ ഭയങ്കര ഹിറ്റായിരുന്നു. ആൻഡ് അതിന് വലിയൊരു കയ്യടി, സൂപ്പർ സോങ്സ് നമുക്ക് തന്നതിന്. അപ്പോൾ ഡയറക്ടർക്ക് വേണ്ടതൊക്കെ എങ്ങനെയായിരുന്നു? ചോദിച്ചു എനിക്ക് ഇന്ന പാട്ട് വേണം, അങ്ങനത്തെ സജഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഡയറക്ടർ സൈഡിൽ നിന്ന്? എന്തായിരുന്നു? അതായത് ഇപ്പം ഗോദയുടെ സമയത്താണെങ്കിൽ ആ സമയത്ത് ട്രിവാൻഡ്രം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് അടികപ്പ്യാരെ കൂട്ടമണിയുടെ മിക്സ് നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ആ സമയത്ത് പിന്നെ അതിൻ്റെ ഡയറക്ടർ ജോൺ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡിലിരിക്കുന്നു, തൊട്ട് പുറകിൽ നീയും ദിബിൽ ബേസിലും ദിബിലും കൂടിയിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് ഈ കഥ പറയാൻ വേണ്ടിയിട്ട് വന്നത്. എന്നിട്ട് നമ്മളെന്നിട്ട് ട്രിവാൻഡ്രം സൗത്ത് പാർക്ക് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് അന്ന് നമ്മൾ താമസിച്ചത്. അപ്പം ഇവരവിടെ വന്നിട്ടാണ് ഈ കഥയൊക്കെ പറയുന്നത്. അപ്പം ബേസി എന്നോട് പറഞ്ഞിങ്ങനെ ഇതിൽ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് മോഡേൺ വേഷമിട്ട ഒരു പെൺകുട്ടി ഒരു നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാൽക്കാരനായാലും ശരി പത്രക്കാരനായാലും ശരി എല്ലാവരും ഇങ്ങനെ അവരിങ്ങനെ നോക്കുമ്പോൾ ഒരു വാവെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പാട്ട്. അപ്പം അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി അതിൻ്റെ കൂടെ ഞാൻ മൈക്കിലൂടെ ഞാൻ വാവുന്നു അങ്ങ് പറഞ്ഞു. സപ്പോസ് വാവുന്നു ആൾക്കാർക്ക് തോന്നിയില്ലെങ്കിൽ നമ്മളായിട്ട് ഇനി ഇത് കേട്ടിട്ട് മറ്റാർക്കും വാവെന്ന് പറയാൻ തോന്നിയില്ലെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ തന്നെ ഇട്ടു ആ വാവ് ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ തന്നെ ഓഫ് കോഴ്സ് ആ പാട്ടിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ വാവ് എന്ന് പറയുന്നത് തന്നെയായിരുന്നു. സേഫ്റ്റിയും നമ്മൾ തന്നെ വാവ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വാവെന്ന് പറയാൻ പുറത്തുനിന്ന് ആളുടെ ആവശ്യം. ആ പടം ഇത്രയും ഓർത്തിരിക്കുന്നതിന് ഒരു കാരണം അതിൻ്റെ ആൽബം തന്നെയാണ്. ഫുൾ ആൽബം, എല്ലാ പാട്ടുകളും എല്ലാം വേറെ വേറെ ജോണറിലേക്ക്. ഗോദയുടെ സോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ ആൽബമാണ്. എല്ലാം കൂട്ടിയിട്ട് നമ്മൾ കോമ്പിനേഷൻ ആയിരുന്നു. സുഷിൻ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. എൻ്റെ മെയിൻ കോൺട്രിബ്യൂഷൻ ഉയരെ. അത് പാട്ടാണ്. എന്നോട് ടോബി കഴിഞ്ഞ ഒരു ടോബി എന്നോട് എൻ്റെ പൊന്നു കേട്ടാ ഇതുപോലത്തെ പാട്ടുണ്ടാക്കി എന്തിനീ വില്ലനൊക്കെ കൊടുക്കുന്നത് എനിക്ക് തരാൻ പറ്റും പാട്ട് മിന്നൽ അത്. പക്ഷെ എൻ്റെ അല്ല, ഗോദയിൽ ആരോന്നിച്ചിൽ കിട്ടിയില്ലേ നിനക്ക്? എനിക്ക് അതുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ ആരോന്നിച്ചിലും പിടിച്ചിരിക്കണം. എനിക്ക് പുതിയത് കിട്ടിക്കോട്ടെ. എനിക്ക് വേറെ പാട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാലും ഇടയ്ക്ക് കേട്ടപ്പോഴൊക്കെ എന്തായിരുന്നു ബേസിലേട്ടാ? ബേസിലേട്ടൻ ആ പാട്ട് കേട്ടപ്പോ കിട്ടിയ പല പല വേർഷൻസ് നമ്മൾ ട്രൈ ചെയ്താണ് അതിലേക്ക്. ആ ഉയരയിലെ സ്റ്റാർട്ടിങ്ങിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ തോന്നിയത് ഉലകിതിനോടും ആ പോയിന്റാണ്. നിന്നെ നേടാൻ മര്യാദക്ക് പാടിത്താ ബേസിലേട്ടൻ. അത് യൂട്യൂബില് ഞാൻ ഇടയ്ക്ക് ആ പാട്ടിന്റെ വീഡിയോ സോങ് ഇരുന്ന് കാണും. അത് വൻ മൊമെന്റ് ആണ്. മറ്റേ ഉലകിതിനോടും എന്ന് പറയുമ്പോൾ ആൾക്കാരെ എയറിലാണ്. അത് വൻ
ഭയങ്കര സിങ്കായിരുന്നു ആ വിഷ്വൽ ഇതൊന്നും. എന്തായാലും ഇപ്പൊ റീയൂണിയൻ ആണല്ലോ ഒരു പാട്ട്. Come on, if you know, you know. വീണ്ടും മിഴ്ച അന്തൊഴിച്ച് തേടി നടന്നൊരു തേനീച്ച. ഓൺ എ സീരിയസ് നോട്ട് ഒരു പാട്ട്. വന്നോ പെട്ടി വന്നോ? സ്വരപ്പെട്ടി വന്നോ ഗൈസ്? സ്വരപ്പെട്ടി അല്ലടാ, ശ്രുതിപ്പെട്ടി. ശ്രുതിപ്പെട്ടി. ഓ പിന്നെ ഞാൻ ശ്രുതിപ്പെട്ടി വെച്ചിട്ടല്ലേ പടം ഉണ്ടാക്കുന്നതെന്ന് പോയ ഷാനിക. ഞങ്ങൾക്ക് ഇതും അതിലും ജ്ഞാനമുണ്ട് ശാസ്ത്രീയമായും. അല്ല അതൊരു പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ഒരാള് സ്വരപ്പെട്ടി എന്ന് പറയുന്നത് കേൾക്കുന്നത്. കാരണം അങ്ങനെ ഒരു പെട്ടിയില്ല. സ്വരപ്പെട്ടി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്വരപ്പെട്ടി സ്വരങ്ങൾ വരുന്ന ഒരു പെട്ടി. ഒരു തെണ്ടിയുടെ ആവശ്യമില്ല. ബേസിലേട്ടാ പാട് ബേസിലേട്ടാ. ചേടാ എടുക്ക് ലിറിക്ക്. മിഴിച്ചാങ്കൊഴിച്ചേ തൊഴച്ചേ ആൻഷി ചിരി കൊണ്ട് നിറച്ചേ ഉറച്ചേ മനസ്സിൽ ഉറച്ചൊരു ഘനയടി അനുരാഗം. ആ നിജമാവ സിനിമാവ എനിക്മാവ. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുന്നത് തേടി നടന്നൊരു തേനീച്ച. അപ്പൊ തേനീച്ചയുടെ സൗണ്ട് ഇടും. അതുണ്ട് അതാ പാട്ട് ശ്രദ്ധിച്ചറിയാം. തേടി നടന്ന് അപ്പൊ അത് പറഞ്ഞാൽ ഞാനത് പാടുമ്പോ 1 2 3 സ്റ്റാർട്ട്. തേടി നടന്നൊരു തേനീച്ച. അതെന്താ പവർ ഷോട്ട് ആയതുപോലെ ഉണ്ട്. സ്വന്തം ഭാഷയൊക്കെ കേട്ടുമ്പോ എങ്ങനെയായിട്ട് ചിരിക്കും. എന്തായാലും ന്യൂ സോങ് അറിയണേ. കോളേജ് പയ്യനായിട്ട് വീണ്ടും ആ ലൈഫൊക്കെ എൻജോയ് ചെയ്തോ ശരിക്കും സിനിമയില്? പിന്നെ അത് ഭയങ്കര രസമായിരുന്നു. അത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. നമ്മൾ ഇത്രയും കോളേജ് പഠിച്ചിറങ്ങിയിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഞാൻ പഠിച്ചിറങ്ങിയ പോലെ അതൊന്നുമല്ല. ഗൈസ് ഒന്ന് വെറുതെ വിടുവോ? Are you tired? നോ ഈ ജോക്സ് എന്ന് പറയണ. പക്ഷെ ഇന്നലത്തേക്കാളും പ്രായം തോന്നിക്കുന്നുണ്ട്. ഇന്നലെ പ്രായം കുറവായിരുന്നോ? മെനിഞ്ഞാന്ന് അല്ല ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നോ? ഓ വാ വാ വാ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബേസിലാണ് എങ്ങനെയായിരുന്നു കോളേജിൽ? ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള അങ്ങനത്തെ? അല്ലല്ല, കോളേജിൽ ഒട്ടും സ്റ്റുഡിയോസ് ആയിരുന്നില്ല. ഭയങ്കര ലൈക്ക് പ്രോപ്പർ ബാക്ക് ബെഞ്ചർ അങ്ങനത്തെ. കോളേജ് വരെ അങ്ങനെയായിരുന്നു. അങ്ങനെ മറ്റേ എഞ്ചിനീയറിംഗ് മെഡിസിൻ എന്നൊക്കെ പറയണ പോലെ എൻട്രൻസ് അത് എന്നൊക്കെ പറയണം. കോളേജിൽ അശ്വമേധം ലോഗോയിലേക്ക് നോക്കിയാൽ അശ്വമേധം പെട്ടെന്ന് ഓർമ്മ വരണമെങ്കിൽ. അങ്ങനത്തെ ഒരു സ്പേസ് ഒന്ന് കോളേജിലേക്ക് എത്തുമ്പോൾ ഒരു ഗവൺമെൻറ് കോളേജ് ആകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ഫ്രീഡവും അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കോളേജ് ലൈഫ് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രീറ്റ് സ്മാർട്ട് ആക്കുന്ന ഒരു സ്പേസ് ആയിരുന്നു. ഹോസ്റ്റലും അങ്ങനത്തുള്ള ഗ്യാങ്ങും പല സ്ഥലത്തു നിന്നുള്ള പല ടൈപ്പ് ഓഫ് കുട്ടികളൊക്കെ കൂടെ ഒരുമിച്ച് വന്ന് നമ്മളതിന് അത് വേറൊരു സ്പേസ് ആണല്ലോ. നമ്മൾ വീട്ടിൻ്റെ ഒരു ഷെയ്ഡിൽ നിന്ന് മാറിയിട്ട്. അപ്പോൾ അത് കാരണം കോളേജ് ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കോളേജിലൊരു മെമ്മറി ഷെയർ ചെയ്യോ? അതിലൊരു മെമ്മറിയാണ് ഈ പടത്തിലുള്ളത്. പടത്തിന്റെ കഥ ആണോ? ഇത് ബയോപിക്കാ ഇവന്റെ ചെറുത്. പിന്നെ അരുണും പോൾസണും ഒക്കെ അവരുടേതായിട്ടുള്ള കോളേജ് ലൈഫിലെ ഇതും അതല്ലാതെ വേറൊരു അഡീഷണൽ ഐഡിയ ഒക്കെ കൂടെ വന്ന് അങ്ങനെ ബയോപിക് ഓഫ് 5-6 ബോയ്സ്. പിന്നീടില്ല 4 5 അങ്ങനെ പറയാം. അങ്ങനെ സമ്മേളിച്ച ഒരു കഥയിലേക്ക് അത് പിന്നെ എത്തുകയായിരുന്നു. ഇപ്പൊ ഷാനിക്കയും വിനീതനും കൂടെ എപ്പോഴും ഫുഡിന്റെ കഥകൾ ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. ഈ ഷാനിക്കയും അവർ പോയി കഴിച്ച ഒരുപാട് ഫുഡിന്റെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പുതിയ സ്പോട്ടുകളിൽ ഇവരെ കൊണ്ടുപോയോ കഴിക്കാനൊക്കെ? പുതിയ സ്പോട്ടിൽ ഇവര് നമ്മളെയാണ് കൊണ്ടുപോയത്. ടൊവി ഇല്ല, ടൊവി ഇവരുമല്ല, ഞാനല്ല, ദയാൾ. വിനീത് ശ്രീനിവാസൻ ദയാളാണ് ഇതിന്റെ എന്തായിരുന്നു കാതർക്കാട് ചായക്കടയോ ചായക്കടയോ അങ്ങനെ കളമശ്ശേരിയിൽ ഒരു സ്ഥലം. നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് രാവിലെ ഇപ്പം 3 മണി 4 മണിക്കൊക്കെയാണ് തീരുന്നതെങ്കിൽ നമ്മളെയും കൊണ്ട് പോകും അങ്ങോട്ടേക്ക്. നല്ല ചൂട് പുട്ട് നല്ല ചൂട് മട്ടൻ, പൊറോട്ടയുണ്ട്. നിങ്ങളത് പറഞ്ഞു ഓർമ്മയുണ്ട്. ചൂട് പുട്ടും ചൂട് പൊറോട്ടയും മട്ടൻ. അതും നമ്മൾ മാത്രമല്ല എല്ലാവരും കൊണ്ടുപോകും. അതിന്റെ പുറകെ ഉണ്ടാവും ADs-ഉം എല്ലാവരും ഉണ്ടാവും അതിന്റെ പുറകെ. പിന്നെ നമ്മള് ഡയറ്റ് ആയതുകൊണ്ട് അന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ലടാ നിങ്ങൾ പോയത്. അതുകൊണ്ടാ വരാത്തത്. ഇല്ലെങ്കിൽ രാവിലെ പൊറോട്ടയും ബീഫും കഴിക്കാൻ നീ വരുമോ?
എത്ര മണിക്കാ പോയേ? അല്ല ഇതിന്റെ രാവിലെ സമയത്ത് 4 മണിക്ക് 5 മണിക്കൊക്കെ. അല്ല അതിരയുടെ സമയത്ത് ഞാൻ അതിന് മുമ്പത്തെ പടമൊക്കെ പള്ളിച്ചട്ടമ്പൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുറയ്ക്കണമായിരുന്നു. അത് കാരണം കൊണ്ട് ഞാൻ ഇവൻ ഉപവാസത്തിലായിരുന്നു 72 മണിക്കൂർ. അങ്ങനെയൊക്കെ എടുക്കാറുണ്ടോ? പിന്നെ അതിടയ്ക്കൊക്കെ ഇങ്ങനെ ഡയറ്റിങ് പറ്റണില്ല. പട്ടിണി കിടന്നാൽ മാത്രമേ, അതായത് ഭക്ഷണത്തെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ കഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിനെ പറ്റി മറക്കാനായിട്ട് നല്ലത് ഉപവാസമാണ്. 72 മണിക്കൂർ ഉപവാസവും അതിൻ്റെ കൂടെ ഷൂട്ടിങ്ങും ഒക്കെ കൂടെ ആയിട്ട്. അതെ, ആ സമയത്ത് ഈ വിനീതിന്റെ മാനേജറിന്റെ വിനീതിന് കൃത്യമായിട്ട് ഇങ്ങനത്തെ ആളുകൾ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. വിനീതിന്റെ മാനേജർ വിഷ്ണു നമ്മുടെ ഷൂട്ട് ആ സമയത്ത് ഫിസാറ്റിലുണ്ടായിരുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് ഒരു ബേക്കറി കണ്ടുപിടിച്ചിട്ട് അവിടെ ചിക്കൻ ലെഗ് പഫ്സ് ഞാൻ കഴിച്ചിരുന്നു. ചിക്കൻ കാൽ പഫ്സ് ലൈഫിൽ ആദ്യമായിട്ടാണ്. അതായത് ഒരു പഫ്സ് അതിന്റെ പുറത്തൊരു ചിക്കൻ ലെഗ് ഇങ്ങനെ കഴിക്കാം. ചിക്കന്റെ കാല് കഴിക്കുന്ന പോലെ ചിക്കന്റെ കാല് കഴിക്കുന്ന പോലെ നമുക്ക് ആ പഫ്സ് കഴിക്കാം. ചിക്കൻ അതിന്റെ അകത്തുണ്ടാവും. പൊന്നുമോളെ ഒരു രക്ഷയില്ല പഫ്സ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാരും കൊതി വിടുന്നു. ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കണം. ഓക്കെ, നമുക്കൊരു സ്റ്റോറി ടെല്ലിംഗ് പോലെ ജസ്റ്റ് ഒരു കഥ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു പെട്ടെന്ന് ഒരു സ്പോട്ടിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബേസിലേട്ടാ സ്റ്റാർട്ട് ചെയ്തോ. കഥ തുടങ്ങണോ ഞാൻ? ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒരു വേർഡ് ബൈ അല്ല, വേർഡ്. ഷാനിക്ക് ഒരു കഥ തുടങ്ങട്ടെ പ്ലീസ്. തുടങ്ങാൻ എന്നെ കൊണ്ട് പറ്റൂല, ടെൻഷനായി. തുടക്കം കിട്ടുക, ബാക്കി ഞങ്ങൾ പറയാം. അതായിരിക്കും നിങ്ങൾ ഞാൻ തുടക്കം മാത്രമേ ഉറപ്പായിട്ടും. അല്ല, കറങ്ങി വരുമ്പോ പറയണ്ടേ. ഞാനില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കളി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കേണ്ടത് ഉത്തരവാദിത്തം നിങ്ങളുടെ തന്നെയാണ്. അന്ന് രാത്രി എന്ന് അങ്ങനെ ചോദ്യമില്ല. ഏത് മാസം? അപ്പൊ അന്ന് രാത്രി ബാക്കി ഇങ്ങനെ അങ്ങനെയാ സ്റ്റോറി. ഓ, അങ്ങനെയാണോ? കുറച്ചോടെ തുടങ്ങും ഇത് കഥ. ഇല്ല, അന്ന് ഇങ്ങനെ രാത്രി. അന്ന് രാത്രി മതിയാ. ചേട്ടൻ പറ. നല്ല ഇരുട്ടായിരുന്നു. വിജനതയിലൂടെ ഒരു ജീപ്പ് പോവുകയായിരുന്നു. ഓ, ത്രില്ലർ ജോണർ പിടികിട്ടി, ത്രില്ലർ. ആ ജീപ്പ് പോയി കഴിഞ്ഞപ്പോ ഒരു സൈക്ലിംഗ് ഇങ്ങോട്ട്. കോമഡി ഇങ്ങനെയാണ് ജോണർ ഷിഫ്റ്റ് ആവുന്നത്. പെട്ടെന്നായിരുന്നു. ഓക്കെ, ആ ജീപ്പ് സിനിമയിലെ കഥാപാത്രമേ അല്ല. ആ ജീപ്പ് സൈക്കിൾ വന്നു. സൈക്കിളായിരുന്നു മെയിൻ. ആ സൈക്കിളിൽ ആരും ഉണ്ടായിരുന്നില്ല. ബാക്കി പറ. 3 ജോണർ മാറി. ആ സൈക്കിൾ ഇങ്ങനെ തനിയെ പോകുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്ന് 2 പേർ കണ്ടു. അവർ ആ സൈക്കിളിൽ എന്തായാലും ബസ് വരാൻ ഇനി സമയം എടുക്കും. സൈക്കിളെന്ന് അവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ അവർ ആ സൈക്കിളിൽ കേറി. ആ സൈക്കിൾ നേരെ പോയി ഒരു പാടത്തേക്ക് മറഞ്ഞു വീണു. അവരുമായി ഔച്ച്. ആ പാടത്ത് ഒരു തവളയുണ്ടായിരുന്നു. സൗണ്ട് ഉണ്ടാക്കി. എന്ത് തവളയത്? പച്ചത്തവള. അതുവഴി പോയ ഒരാൾ ടോർച്ച് അടിച്ചു നോക്കി. എന്ത് അവരെ സ്പെസിഫിക് ആയിരിക്കണം. നമ്മളെല്ലാ ഡീറ്റെയിലും അവരെയും ശബ്ദം കേട്ട് ടോർച്ച് അടിച്ചു നോക്കി. തവളയുടെ ശബ്ദവും ഇവർ വീണ ശബ്ദവും രണ്ടും. സൗണ്ട് എങ്ങനെയായിരിക്കും? അയ്യോ നമ്മളിപ്പോ എവിടെ എത്തിയിട്ട് ടോർച്ചടിച്ച് നോക്കിയാണ്. ടോർച്ച് അടിച്ച് നോക്കി. അവര് തിരിച്ചു നോക്കി. ഇതൊരു ക്ലൈമാക്സിൽ എത്തിക്കണം നമുക്ക്. അപ്പൊ അവർ ടോർച്ച് അടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ കണ്ടു. അതല്ല അവര് തിരിച്ചു നോക്കി കാണുക. അതല്ല ഞാൻ പറഞ്ഞ ആള്. പെട്ടെന്ന് ആ ടോർച്ചിന്റെ ബാറ്ററി ഇരുന്നത് അങ്ങോട്ട് ഓഫായി പോയി. കൂരാക്കൂരി. ദി എൻഡ്. അതായിരുന്നു 5-ാം പാതിര. ഇതാണ് ഷാനിക്ക പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ അടുത്ത സിനിമ. ഇത് ലോ ബഡ്ജറ്റ്. ക്ലൈമാക്സോ? ലൈറ്റ് മൊത്തം ഓഫായി. ഇവര് പാടത്തും കിടക്കുന്നു, ടോർച്ച് അടിച്ചു നിൽക്കുന്ന ആൾ അവിടെ നിൽക്കുന്നു, ഇപ്പുറത്തൊരു തവളക്ക് മിന്നലടിക്കുന്നു. ട്വിസ്റ്റ് വരുത്താൻ പോണോ? അന്ന് ടോർച്ചിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊരു പൂർണ്ണ ചന്ദ്രനുള്ള ദിവസമായിരുന്നു. അപ്പൊ കൂരാക്കൂരിട്ട് അത് ക്യാൻസൽ. അത് ക്യാൻസലോ? ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അന്ന് അമാവാസിയാണല്ലേ? ഓ, ഒരു അമാവാസി നാളിൽ പാടത്ത് കിടക്കുന്ന 2 ചേട്ടന്മാർ.
ഒരു തവളയും. ഒരു തവള. എനിക്ക് തോന്നുന്നു ഇത് ക്ലൈമാക്സ് ആക്കാൻ തോന്നുന്നു നമുക്ക് ചോദിച്ചേണ്ട. ഇതാര് ഡയറക്റ്റ് ചെയ്യും? അവൻ തന്നെ ചെയ്യട്ടെ. അത് വേണമെങ്കിൽ നീ തന്നെ ചെയ്തു. മ്യൂസിക് ചെയ്യാനോ അഭിനയിക്കാനോ നമ്മളെ വിളിക്കരുത്. നമ്മളതിന്റെ ഭാഗമല്ല. ഇക്ക ചെയ്യില്ലേ? സ്റ്റോറി ക്രെഡിറ്റ് പോലും നീ വെക്കരുത്. ശരത്തേട്ടനെ വിളിച്ചു. സ്റ്റോറി ക്രെഡിറ്റ് പോലും വെക്കരുത് പ്ലീസ്. ഇല്ല ഓക്കെ. അപ്പോൾ താങ്ക് യു ഗൈസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ May 14th അതിരടി തിയേറ്റേഴ്സിലേക്ക് എത്തുന്നത്. എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.